ഹായ് ഗായ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലിരുന്നിട്ട് കുറേ ഫയൽസൊക്കെ നോക്കായിരുന്നു. എൻ്റെ മോനെയും വൈഫിനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വെറുതെ ഒന്ന് ഫയൽസൊക്കെ നോക്കിയിട്ടൊന്ന് അവരുടെ പഴയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നോക്കാം. വെറുതെ ടൈം പാസ് ചെയ്യുന്നു. സൺഡേ അല്ലേ, സൺഡേ ഒന്ന് നമുക്ക് ഡെയിലി സൺഡേ ആണ്, അപ്പോൾ പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി അന്ന് ഈ വ്ളോഗിങ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു വ്ളോഗ് കൂടിയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫയൽ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇന്ന് ആ വ്ളോഗ് കാണിച്ചു തരാം. ആൻഡ് യു ക്യാൻ മീറ്റ് മൈ ഫാമിലി ഓൾസോ ഇൻ ദിസ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ വൈഫ് മണിപ്പൂരിൽ നിന്നാണ്. മണിപ്പൂരിൽ ഉഖ്രുൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഹിൽ സ്റ്റേഷനിലാണ് കൂടുതലും. നാഗാലാൻഡ്, അവർ നാഗയാണ്. അപ്പോൾ വീട്ടിൽ മലയാളമല്ല നമ്മൾ സംസാരിക്കുന്നത്, കൂടുതലും ഇംഗ്ലീഷാണ്. അപ്പോൾ ഈ വ്ളോഗിൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ വൈഫിനെയും മോനെയും കാണാം. എൻ്റെ പൊന്നെ, എന്തൊരു മഴ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. 2 ആഴ്ചയായി ഞാനിപ്പോൾ ഒരു വ്ളോഗ് ഇട്ടിട്ട്. അന്നൊരു ഇൻട്രൊഡക്ഷൻ വ്ളോഗ് അങ്ങോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ, മലയാളത്തിൽ സംസാരിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഞാൻ കുറേ ട്രൈ ചെയ്തില്ല എന്നല്ല, പക്ഷേ പറ്റിയില്ല. എനിവേസ്, പിന്നെയും ധൈര്യം ഉറപ്പിച്ചങ്ങോട്ട് ഞാൻ വന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു വ്ളോഗുമായിട്ട്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം നല്ലതാണ്, നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മഴ എൻ്റെ ജീവിതത്തിൽ 30 കൊല്ലത്തിൽ ഞാൻ ദുബായിൽ ഇതുവരെ ഇങ്ങനത്തെ മഴ കണ്ടിട്ടില്ല. ഇതെല്ലാതും ക്ലൗഡ് സീഡിങ് ആണ്, മനസ്സിലായില്ലേ? ക്ലൗഡ് സീഡിങ് കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ക്ലൗഡ് സീഡിങ് ഗോൺ റോങ്, അതുമാതിരി ആയിട്ടുണ്ട് ഇപ്പം. അങ്ങനത്തെ മഴ ഇപ്പോൾ കുറച്ചൊന്നും നിന്ന്, പക്ഷേ എല്ലായിടത്തും വെള്ളം അങ്ങോട്ട് നിറഞ്ഞ് ഒരു ജാതി സിറ്റുവേഷൻ ആയിട്ട് ഗൈസ്. അയ്യോ, ഒന്നും പറയണ്ട. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ വിശേഷങ്ങളൊന്നുമില്ല, ഇതന്നെ സെയിം സിമ്പിൾ. എൻ്റെ മറ്റേ ഹിന്ദി വ്ളോഗ് ഡെയിലി ഞാൻ ഇടാറുണ്ടായിൽ, പക്ഷേ ഇതിൽ ആദ്യമായിട്ടാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് 2 ആഴ്ച. എനിക്ക് തന്നെ അറിഞ്ഞൊരു എന്ത് ടോപ്പിക്കിൽ എങ്ങനെ എന്ത് പറഞ്ഞിട്ട് ഞാൻ ഈ വ്ളോഗ് ഏത് ലെവലിലേക്ക് എനിക്ക് കൊണ്ടുപോകണമെന്ന് ഞാനിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി എൻ്റെ ഫാമിലീനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഹൗസ് ടൂറും ചെയ്യാം. അപ്പോൾ ഇന്ന് ആദ്യം ഫാമിലീനെ പരിചയപ്പെടാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുബായിയുടെ വീട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മോൻ, അവൻ്റെ പേരാണ് യാവിൻ. സേ ഹലോ. മലയാളം എന്ന് അറിഞ്ഞൂടാ അവനക്ക്, ഇംഗ്ലീഷ് ഹിന്ദിയും അറിഞ്ഞൂടാ. ഇത് നമ്മുടെ പൂച്ച ഏംബർ ഗേൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചപ്പോൾ എന്തായാലും മഴ പെയ്യണം, അപ്പോൾ എന്തുകൊണ്ട് ഒന്ന് പുറത്ത് പോയിട്ട് ഒരു ചായ വല്ല കടിയാകാനും കഴിക്കാതെ. നല്ല തണുപ്പ് പുറത്ത്. അപ്പോൾ പോയിട്ട് നമ്മൾ ചായയും പരിപ്പുവടയോ ദോശയോ എന്തെങ്കിലും കിട്ടുന്ന വെച്ചാൽ അത് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് പോകണം. നല്ല ഇപ്പോൾ മഴ ഒന്നും നിന്ന്, പക്ഷെ ഇപ്പോഴും മിന്നലുണ്ട്. ഇടിവെട്ട് കേൾക്കാൻ പറ്റില്ല, മിന്നലുണ്ട്, നല്ല മിന്നലുണ്ട്. ഞാൻ കാണിച്ചു തരാം. വേണ്ട, എന്തൊരു രസമാണ് ദുബായിൽ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ. ഭയങ്കര സംഭവം തന്നെ, ഇത് കാണാത്തൊരു സംഭവമാണ് ദുബായിൽ. ഇത്രയും നേരം എന്ന് വെച്ചാൽ മഴക്കാർ നിൽക്കാമെന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരിക്കലും കിട്ടാത്തൊരു സംഭവമാണ്. ആൾക്കാരൊക്കെ നടക്കാനിറങ്ങിയിരിക്കും ഈ തണുപ്പത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടികളായിട്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാറ്റ്. എന്നുവെച്ചാൽ കണ്ട, ഇവിടെ നോക്കിയാൽ ഇവിടെ വെള്ളം നിറഞ്ഞിട്ടൊന്നും പറയണ്ട പോയി. ഇത് കണ്ട, ഫുള്ള് വെള്ളം നിറഞ്ഞു. നമ്മളിവിടെ കരാമ, ബർഷയിലാണ് എൻ്റെ ആക്ച്വലി ഓഫീസുള്ളത്. അതൊക്കെ എല്ലാതും മുങ്ങി നശിച്ച്. ഇതാണ് എൻ്റെ വൈഫ് പാം. ഞങ്ങൾ ആക്ച്വലി ചായ പിടിക്കാൻ വേണ്ടി പോകാനിരിക്കായിരുന്നു. കുറച്ചൊന്നും പോയില്ല, അപ്പോഴത്തേക്കും മഴ പിന്നെയും തിരിച്ചു വീഴും. പിന്നെ നമ്മളിവിടെ വന്നിപ്പോൾ ബിൽഡിങ്ങിൻ്റെ അടിയിൽ വന്ന് നിൽക്കാം. ഇനി മഴ നിൽക്കുമെന്ന് അറിയാം. ചായ കുടിക്കാൻ ഭയങ്കര ഒരു പൂതി. പരിപ്പുവട കഴിക്കാൻ പരിപ്പുവട. Why it will rain again? It started already started. No, it's not. No. See lightning also. Do one thing, bring umbrella. No need to go. ഗൈസ്, പുറത്ത് പോണ ക്യാൻസൽ ചെയ്തു നമ്മൾ. കാരണം നമ്മൾ പോയപ്പോഴത്തേനും നല്ല മഴ. അപ്പോൾ ക്യാമറ ഉണ്ടല്ലോ, ഇത് വാട്ടർ പ്രൂഫും അല്ല. അറ്റ്ലീസ്റ്റ് ഒരു 8-10 മിനിറ്റ് മുമ്പിൽ കിടക്കണം, എന്നാലേ നമുക്ക് കട വരെ എത്താൻ പറ്റുള്ളൂ.
നമ്മളിലുള്ള കുട എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല, അത് ആകെ പൊട്ടിരിക്കുക. ആകെ ഒരു കുട ഉള്ളൂ. കാരണം ദുബായിൽ അങ്ങനെ കുടയുടെ ആവശ്യം വരാറില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കണ പ്ലാൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പടമൊന്നുമില്ല ഇവിടെ, എന്നാലും എനിവേയ്സ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ചെറിയൊരു വ്ളോഗ്. അത്രയും വലിയ വ്ളോഗൊന്നുമല്ല, പക്ഷേ അവരെ അന്ന് റെക്കോർഡ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ആ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏപ്രിൽ 16 ഭയങ്കര മഴയുണ്ടായിരുന്നു ദുബായിൽ. ഭയങ്കരമായിട്ട് സ്റ്റോമായിരുന്നു. അത് വെള്ളപ്പൊക്കവും ഇതൊക്കെ നടന്നുകൊണ്ട് കുറേ നഷ്ടം വന്നു ഇവിടെ. കുറേ ആൾക്കാർക്ക് വണ്ടികളൊക്കെ കേടായി, ബിൽഡിങ്ങിൻ്റെ തന്നെ കുറേ ബിൽഡിങ്ങുകൾ നശിച്ചു. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിവേസ് അത് കഴിഞ്ഞിട്ടാണ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ തുടങ്ങിയിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത് കൂടുതലും. ആ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ആകെ, അപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ വീട് അതെല്ലാതും പോയി. എൻ്റെ സാധനങ്ങൾ എല്ലാതും എനിക്ക് വിൽക്കേണ്ടി വന്നു. നമുക്കൊന്നും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത്രയും പെട്ടെന്നായിരുന്നു നമ്മൾക്ക് ഇവിടുന്ന് വെച്ചാൽ വീട് ഒഴിയേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് ഒരു സാധനങ്ങളും നമ്മൾ ഇത്രയും കൊല്ലണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, എൻ്റെ ടി വിയും മ്യൂസിക് സിസ്റ്റവും പിന്നെ നമ്മളുടെ ബെഡ്, ഫർണിച്ചർ എല്ലാതും നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നു. കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡിസ്പോസ് ഓഫ് ചെയ്യേണ്ടി വന്നു. കാരണം ആൾക്കാർ മേടിക്കാൻ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ നമ്മളുടെ ഫ്രണ്ട്സിനും അവർക്കൊക്കെ കൊടുത്ത് പാത്രങ്ങളും അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ വിട്ടു. ഇപ്പം ഞാൻ താമസിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ജദ്ദാഫ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥലം. ഒരു ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ്. എൻ്റെ ഫ്രണ്ട് ആളെ ഞാൻ ഒരു 10-25 കൊല്ലമായിട്ട് ഞാൻ ആളെ അറിയും. അപ്പോൾ ആളുടെ ഒരു റഹ്മത്ത് കാരണം ഞാൻ ജീവിച്ചു പോണ്. ആളുടെ ആക്ച്വലി ഇവിടെ ആൾ ഭയങ്കര ഒരു പെറ്റ് ലവറാണ്. അപ്പോൾ 2 പട്ടിക്കുട്ടികളുണ്ട് ആളുടെ കയ്യിൽ. ഒന്ന് ഇത് ലൂസി ഗേൾ, ഒരു പട്ടിക്കുട്ടി. പിന്നെ എൻ്റെ പൂച്ച, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പൂച്ച? അവൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഒപ്പം. ഇവളെയും കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. പക്ഷെ നോക്കട്ടെ എങ്ങനെ പൈസ ഒപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫണ്ടിങ്ങിൽ കൂടെ ആളെ കൊണ്ടുപോകും. അപ്പോൾ അവരെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 10,000-3000 ദിറം വേണം അവളെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ. ഞാൻ വാക്സിനേഷനൊക്കെ എടുത്തുണ്ട്, അതനുസരിച്ചിട്ട് നോക്കണം ഇപ്പോൾ അവളെങ്ങനെ കൊണ്ടുപോകാൻ പറ്റാമെന്ന്. പിന്നെ ഇതാണ് ലൂക്ക. ആളൊരു ഗോൾഡൻ റിട്രീവറാണ്. ഭയങ്കര നോട്ടിയവൻ. ഇപ്പോൾ ഭയങ്കര ടയർഡായിട്ട് ആൾ കിടക്കുക. കാരണം ആളുടെ ഓണർ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ എപ്പോൾ നോക്കിയാലും വാതിലിൻ്റെ അടുത്തേക്ക് കിടക്കുള്ളൂ അവൻ. ഇപ്പോൾ ജൂലിയൻ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അവൻ വരാണ്ട് ഇവൻ ഇവിടുന്ന് അനങ്ങൂല, ഇവിടെ തന്നെ കിടക്കുക അവൻ വരണ വരെ. പിന്നെ അവൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. ലൂസി, ഇവൾ പാവാട്ടോ. അവൾ നല്ലൊരു പട്ടിക്കുട്ടി. അവൾ ലൂസി കുട്ടി. ഇത് നമ്മുടെ പൂച്ച. ഇപ്പം നോക്കിയാൽ നല്ല ഉറക്കത്തിലുള്ളു. ഞാൻ എൻ്റെ കൂടുതലും സമയം എൻ്റെ ലാപ്ടോപ്പിലിരുന്നിട്ട് ട്രേഡിങ്ങും പിന്നെ ഇതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സ്ഥലത്താണ് കൂടുതലും ഞാൻ ഇരിക്കാറ്. ഇപ്പോൾ തൽക്കാലം ഞാൻ കിടക്കുന്നത് ഈ സോഫ ഇതിൽ ഞാൻ കൊടുക്കും. അവനവിടെ അവൻ്റെ പട്ടികളുടെ ബെഡുമ്മ പട്ടികളെ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ആളും സിംഗിൾ തന്നെയാണ്. ആൾ ഇതുവരെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആളുടെ ലൈഫ് സ്റ്റൈലാണ് ഫുള്ള്. അപ്പോൾ അവനക്കെന്ന് പറഞ്ഞാൽ പട്ടികളെന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടികൾ മാതിരിയാണ്. ഭയങ്കര ജീവൻ അവനക്ക്. അതാണ് അവൻ്റെ ഇതാണ് നമ്മളുടെ സെറ്റപ്പ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കൂടെ ഞാൻ ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. പുറത്തിറങ്ങാനേ പറ്റണില്ല. പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ കൂടുതലും വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ രാവിലെ ഒന്ന് കുറച്ച് നടക്കാനിറങ്ങും. കാരണം പിന്നെയും പക്ഷേ ഹ്യൂമിഡിറ്റി ഇന്ന് ഞാൻ പോയില്ല. കാരണം ഇന്ന് ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പോയില്ല. നാളെ മുതൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 5 ദിവസം ചെയ്യും. പിന്നെ സാറ്റർഡേ, സൺഡേ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരു വ്ളോഗ് ഇന്നലെ എടുത്തിരുന്നു. ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. ഇന്നലെ ഞാൻ നടക്കാൻ പോയി, അത് എടുത്തിരുന്നു. പക്ഷേ അത് നാളെ ഇടാം. ഇന്നത്തേക്ക് ഞാൻ ഇന്നിങ്ങനെ എൻ്റെ സിസ്റ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലിയിൽ നിന്ന് കാണാം. അവരുടെ പഴയ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു ഇങ്ങനെ മലയാളത്തിൽ ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വ്ളോഗിന് അതിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ലൈക്ക് വാട്ട് ഐ ഹാവ് ഷെയർഡ് ടുഡേ. ദിസ് ഈസ് മൈ സ്മോൾ ഫാമിലി. ഒരു മോനുള്ളൂ എനിക്ക്. പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് നാളത്തെ വ്ളോഗിൽ വരുന്നുണ്ട്. എന്നാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. UAE ആക്ച്വലി ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങി. അവർ അനൗൺസ് ചെയ്തു, ഓഗസ്റ്റ് 1 അനൗൺസ് ചെയ്തു. ഇങ്ങനത്തെ റെസിഡൻസ് വിസ എക്സ്പയർ ആയ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെപ്റ്റംബർ 1 മുതൽ ആംനസ്റ്റി പ്രോഗ്രാം 2 മാസത്തേക്ക്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ, നവംബർ വരെ 2 മാസത്തേക്ക് ആംനസ്റ്റി പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വിസ എക്സ്പയർ ആയ ആൾക്കാരൊക്കെ അവർക്ക് ഇനി ഫൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ എത്രയും പെട്ടെന്ന് അവർക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ അവരുടെ വിസ അവർക്ക് പിന്നെ റിന്യൂ ചെയ്തിട്ട് വേറൊരു ജോലി
നോക്കിയിട്ട് അവർക്ക് ഇവിടെ നിൽക്കാം. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നിൽക്കണില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യണില്ല. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 10% എനിക്ക് ഫൈൻ കൊടുക്കേണ്ടി വരുള്ളൂ. എന്തായാലും ഈ ആഴ്ച എൻ്റെ കുറച്ച് പേയ്മെൻറ്റ്സ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാം. ഞാനത് ഡിസൈഡ് ചെയ്ത് തന്നെയാണ്. ഇനി ഇവിടെ നിൽക്കണ യാതൊരു താല്പര്യം എനിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആംനസ്റ്റി പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പോൾ യു ആർ ഇൻ ദുബായ്, വിസ ഇല്ലാത്ത ആൾക്കാരെന്ന് വെച്ചാൽ റെസിഡൻസ് വിസ മാത്രം, ഇത് വിസിറ്റ് വിസ അല്ല, റെസിഡൻസ് വിസ എക്സ്പയർ ആയ ആൾക്കാർ, കുറേ ആൾക്കാർ ഇവിടെ ഇല്ലീഗലിനെ പറയുള്ളൂ അവർ, എന്നാലും അവർക്ക് ഇത് അപ്ലൈ ചെയ്യാം സെപ്റ്റംബർ 1 മുതൽ. പക്ഷെ എന്നാലും രണ്ടാമത്തെ ഒരു കൺഫർമേഷൻ വന്ന് കഴിഞ്ഞിട്ടേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞറിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു ന്യൂസ് ഇങ്ങനെയും വന്നിരുന്നു ആദ്യം, പിന്നെ അത് ക്യാൻസൽ ചെയ്തവർ. അപ്പോൾ ഇത് ഓഗസ്റ്റ് 1 അവർ പറഞ്ഞാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് കൺഫേംഡ്. അപ്പോൾ സെപ്റ്റംബർ 1 മുതൽ ഈ ഒരു ആംനസ്റ്റി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കാരണം എൻ്റെ ഈ ക്യാൻസലേഷനും എൻ്റെ ഈ പോക്കും ചിലപ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് നോട്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് ഷുഡ് ബി ക്ലിയർ. എൻ്റെ എല്ലാതും ഈ ആഴ്ചയിൽ ക്ലിയർ ആണ്. പിന്നെ എനിക്ക് എൻ്റെ രാജ്യത്തേക്ക്, നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഇത് അധികമൊന്നുമില്ല. ഞാൻ എൻ്റെ സംഭവം ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് എനിക്ക് എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു ഫീലിംഗ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആൾക്കാരായിട്ട് സംസാരിക്കാൻ, നമ്മുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ ഓൾമോസ്റ്റ് 1000 വ്യൂസിനും കൂടുതൽ വന്നു. ആൻഡ് ഐ താങ്ക് യു ഓൾ ഓഫ് ദം ഹു ഹാസ് കമൻറ്റഡ് ഓൺ മൈ വ്ളോഗ്. വളരെ നല്ലൊരു ഫീലിംഗ് എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും കിട്ടിയോണ്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് അതും കൂടി ഒന്ന് കൂടുതലും പോസിറ്റീവായി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമൻറ്റിങ് ഓൺ മൈ വ്ളോഗ്സ്. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ എല്ലാവർക്കും റിപ്ലൈയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വ്ളോഗിൽ കൂടെ കമൻറ്റിൽ കൂടെയും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു മൈ വ്ളോഗ്, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് and liking and commenting also. Thank you so much. See you in my next vlog. Bye.